മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ചിന്താവിഷ്ടയായ ശ്യാമള എന്നൊരു സിനിമയുണ്ട്. വളരെ രസകരമായിട്ടുള്ള ഒറിജിനലായിട്ടൊരു സിനിമ, ഒരു ജീവിത ചരിതമാണ്, കഥയാണ് അതിൽ വിവരിക്കുന്നത്. അതിൽ ശരിക്കും ശ്രീനിവാസന്റെ ഭാര്യയുടെ അച്ഛൻ തിലകൻ, ഇതിൽ ശ്രീനിവാസൻ വളരെ കാഷ്വലായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. നിരീശ്വരവാദിയോ യുക്തിവാദിയോ ഒന്നുമല്ല, വലിയ ഭക്തിയൊന്നുമില്ല, ഏതൊരു ചെറുപ്പക്കാരനെയും പോലെ ജീവിക്കുന്നു. കാര്യങ്ങളോട് വലിയ ഇന്റൻസീവായിട്ടുള്ള ഇൻവോൾവ്മെന്റ് ഒന്നുമില്ല, കാഷ്വലായിട്ട് ജീവിക്കുന്നു. അതൊരു ജീവിത ശൈലി, അടുക്കും ചിട്ടയുമുള്ള ജീവിതമല്ല. ഏതാണ്ട് തോന്നുമ്പോൾ എഴുന്നേൽക്കുക, തോന്നുമ്പോൾ കുളിക്കുക, തോന്നുമ്പോൾ ഭക്ഷണം കഴിക്കുക, തോന്നുമ്പോൾ ജീവിക്കുക, കൂട്ടുകാരോടടുത്ത് കറങ്ങി നടക്കുക, കുടുംബകാര്യങ്ങളിൽ വലുതായിട്ട് ശ്രദ്ധിക്കാതിരിക്കുക. ഇത് ഭാര്യയ്ക്കും മക്കൾക്കും അമ്മായിയപ്പനും ഒക്കെ ഭയങ്കര ടെൻഷൻ ഉണ്ടാക്കുന്നുണ്ട് സിനിമയില്. ആ ശ്രീനിവാസനെ ഒരിക്കൽ എല്ലാവരും കൂടി നിർബന്ധിച്ച് ശബരിമലയിലേക്ക് അയച്ചു. ശബരിമലയിൽ ചെന്ന് തൊഴുത് അദ്ദേഹത്തിന് ഒരു പ്രത്യേക രീതിയിലൊരു മാറ്റം ഉണ്ടായി. ശബരിമലയിൽ തൊഴുത് തിരിച്ചു വന്ന് സാധാരണ എല്ലാവരും ചെയ്യാറുണ്ട്, മാലയൊക്കെ ഊരാറുണ്ട്, കറുത്ത വസ്ത്രമൊക്കെ കളഞ്ഞിട്ട് ഇരുമുടിക്കെട്ടൊക്കെ മാറ്റിയാറുണ്ട്. ഇയാൾ മാലയൊന്നും ഊരുന്നില്ല, ഇയാളെ കറുത്ത വസ്ത്രവും മാറ്റണില്ല. അസാധാരണമാം വിധത്തിൽ ഒരു ഭക്തനായി മാറി. നോൺ വെജിറ്റേറിയൻ വീട്ടിലില്ല, ഭക്തന്മാരെ കാണാൻ വന്നു തുടങ്ങി, ഭസ്മം കൊടുത്തു തുടങ്ങി, പൂജ, ഉപാസന, ധ്യാനം ഇങ്ങനെയൊക്കെ തുടങ്ങി. നല്ല ആ ഒരു സിനിമയിൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ വലിയൊരു സന്ദേശമുണ്ട്. ഒരേ വ്യക്തിയുടെ രണ്ട് എക്സ്ട്രീം എൻഡാണ് അതിൽ കാണിക്കുന്നത്. ഒരു വ്യക്തിയുടെ എക്സ്ട്രീം എൻഡിൽ ഒന്ന് കാഷ്വലി ഒരു സീരിയസ്നെസ്സും ഇല്ലാതെ ജീവിക്കുന്ന ഒരു ജീവിതം, അടുത്തത് ഒരു സന്യാസിയെ പോലെ പെട്ടെന്ന് മാറി ഒരു ഭക്തനായി ഒരു വലിയ ആത്മീയ പ്രഭാവമുള്ളവനാണെന്ന രീതിയിൽ പെരുമാറുന്ന രണ്ടാമത്തേത്. രണ്ട് എക്സ്ട്രീം എൻഡ്. ഞാനും നിങ്ങളും നമ്മളെല്ലാവരും ഓർമ്മിക്കാനുള്ളതും ഓർമ്മിപ്പിക്കാനുള്ളതും ഭഗവത്ഗീത വായിച്ചതുകൊണ്ടോ പുരാണം വായിച്ചതുകൊണ്ടോ സംസ്കൃത ശ്ലോകങ്ങൾ പഠിച്ചതുകൊണ്ടോ ധ്യാനിച്ചതുകൊണ്ടോ നല്ല രീതിയിൽ രാവിലെയും വൈകുന്നേരവും കറക്റ്റായിട്ട് അടുക്കും ചിട്ടയോടുകൂടി ജീവിച്ചത് കൊണ്ടോ നാമം ജപിച്ചതുകൊണ്ടോ കീർത്തനങ്ങൾ ചൊല്ലുന്നത് കൊണ്ടോ വേദം പഠിക്കുന്നത് കൊണ്ടോ ഒരു മനുഷ്യനും ഒരു എക്സ്ട്രീമിലേക്ക് പോവില്ല, ഏതെങ്കിലും ഒരു എക്സ്ട്രീമിലേക്ക് പോവില്ല. അതേപോലെ അല്പസ്വല്പം കളിക്കാൻ ഇറങ്ങി കുട്ടികളുമായിട്ട് ചേർന്നു, അല്പസ്വല്പം ഒരു ടൂറിന് പോയി, അതുകൊണ്ട് മറ്റേ എക്സ്ട്രീമിലേക്കും പോവില്ല. പക്ഷേ അതിനെല്ലാം നിയന്ത്രണമില്ലാത്ത ലെവലിലേക്ക് വരുമ്പോൾ എക്സ്ട്രീമിലേക്ക് പോയി എന്ന് വരും. ഓർമ്മിക്കുക, ഈ രണ്ട് എക്സ്ട്രീം അല്ലാത്ത മാർഗമുണ്ട്. അതാണ് ജീവിതം. ഒരു സിമ്പിൾ എക്സാമ്പിൾ എടുത്താൽ ഭൂമിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നോർത്ത് പോളിലും നമ്മളെ പോലെയുള്ളവർക്ക് ജീവിക്കാൻ സാധിക്കില്ല, സൗത്ത് പോളിലും ജീവിക്കാൻ സാധിക്കില്ല. രണ്ട് എക്സ്ട്രീം എൻഡിലും ജീവിക്കാൻ ശ്രമിക്കരുത്, ശ്രമിച്ചാൽ പരാജയപ്പെടും. അതിനിടയ്ക്കുള്ള ഭാഗത്തിലാണല്ലോ പോപ്പുലേഷൻ മുഴുവനും. അതല്ലേ യഥാർത്ഥത്തിൽ ജീവിതം എന്ന് പറയുന്നത്. എക്സ്ട്രീം എൻഡുകളിലല്ലാതിരിക്കാം, നിരന്തരം ഭജന നടത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളൊരു എക്സ്ട്രീം എൻഡ്, അതിലേക്ക് പോകരുത്. ഒരിക്കലും ആത്മീയതയായിട്ട് ബന്ധമില്ലാത്തൊരവസ്ഥ നിലനിർത്തുക, അതിലേക്കും പോകരുത്. രണ്ടിൻ്റെയും ഇടയ്ക്കുണ്ട്. പ്യുവർ നോൺ വെജിറ്റേറിയൻ ആവുക, പ്യുവർ വെജിറ്റേറിയൻ ആവുക. ഞാൻ പ്യുവർ വെജിറ്റേറിയനാണ്, അതുകൊണ്ട് പാല് കഴിക്കില്ല, മുട്ട കഴിക്കില്ല, തൈര് കഴിക്കില്ല, നെയ്യ് കഴിക്കില്ല. ഇതൊക്കെ അനിമൽ പ്രോഡക്റ്റുകളാണ്. അത് കാരണം ഞാൻ പാല്, തൈര്, മുട്ട ഇതൊന്നും കഴിക്കില്ല. അങ്ങനെ ഒരു എക്സ്ട്രീം സസ്യാഹാരവാദിയായിട്ട് പ്രകൃതി ചികിത്സയുടെ രീതിയിൽ, പ്രകൃതി ചികിത്സയല്ല പ്രകൃതി ജീവന രീതിയിൽ ഒരു എക്സ്ട്രീം എൻഡ്. മറ്റൊരു എക്സ്ട്രീം എൻഡ് ബ്രേക്ക്ഫാസ്റ്റിന് പോലും നോൺ വെജിറ്റേറിയൻ വേണം, അല്ലാതെ സാധിക്കില്ല. മറ്റൊരു എക്സ്ട്രീം എൻഡ്. ഇതിൻ്റെ നടുക്കൊരു പോയിന്റ് ഇല്ലേ, അതിലൂടെയല്ലേ നമ്മൾ ജീവിക്കുക. രാത്രി വളരെ വൈകിട്ട് ഉറങ്ങാൻ കിടക്കാം, രാത്രി വളരെ വൈകിട്ട് ഉറങ്ങാൻ പോവാം, രാവിലെ വളരെ വൈകിട്ട് എഴുന്നേൽക്കാം, രാത്രി 12-1 മണിക്ക് ഉറങ്ങാൻ പോവാം, രാവിലെ 10 മണി 11 മണിക്ക് എഴുന്നേൽക്കാം. ഇതിനെ മാറ്റിക്കൂടെ നമുക്ക്? ഇത് രണ്ട് എക്സ്ട്രീം എൻഡാണ്. വളരെ വൈകിട്ട് ഉറങ്ങാൻ പോവാം, വളരെ വൈകിട്ട് എഴുന്നേൽക്കാം. ഇതിന് വേറൊരു രീതി ആയിക്കൂടെ നമുക്ക്?
ഏതാണ്ട് ഉറങ്ങാനുള്ള സമയമാകുമ്പോഴത്തേക്കും 10-11 മണിയാകുമ്പോൾ ഉറങ്ങാൻ പോവുക. രാവിലെ ഒരു 5 മണിക്ക് 5-5:30 എഴുന്നേൽക്കാം. ഇത് 2 എക്സ്ട്രീം എൻഡുമല്ല, രണ്ടിന്റെയും നടുക്കാണ്. ഈ ലോകത്തിലെ ഏത് ചിന്തകളും മധ്യവർത്തി ഒരവസ്ഥയുണ്ട്. മീഡിയനിലൂടെ പോവുക, 2 എക്സ്ട്രീം എൻഡിലേക്ക് പോവാൻ. ആത്മീയതയായാലും സമ്പത്ത്, ജീവിതത്തിലെ 1 മിനിറ്റ് പോലും ആസ്വദിക്കാതെ ധാരാളം പൈസ ഉണ്ടാക്കുക, അത് ചിലവാക്കാൻ വിഷമിക്കുക, എന്നിട്ട് അത് മുഴുവനും കൂട്ടിക്കെട്ടിയിട്ട് ഭയങ്കര ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു ഫ്ലാറ്റ് വാങ്ങിക്കുക. അത് തന്നെ ജീവിതത്തിൽ ഒരു പ്രശ്നമായി തീരുക. അപ്പോ പൈസ ഉണ്ടാക്കുന്നതിൽ ഒരു എക്സ്ട്രീം എൻഡ്, അത് ചെലവാക്കുന്നതിൽ ഏറ്റവും ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു ഫ്ലാറ്റ് വാങ്ങിക്കുന്ന എക്സ്ട്രീം എൻഡ്, അതിൽ ആഡംബരപൂർവമുള്ള ഒരു ജീവിതത്തിന്റെ എക്സ്ട്രീം എൻഡ്. ഇതിനെ മൂന്നിനെയും ഒന്ന് നടുക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. ശരിക്കും സമ്പത്ത് വേണം, നല്ല രീതിയിൽ സമ്പത്ത് ഉണ്ടാക്കണം. ആ ഉണ്ടായ സമ്പത്തിനനുസരിച്ചിട്ടുള്ള ഒരു വീട് വേണം. ആ വീടിനും സമ്പത്തിനും അനുസരിച്ചിട്ടുള്ള ഒരു ജീവിത ശൈലി കെട്ടിപ്പടുക്കാം. എക്സ്ട്രീം എൻഡ് അല്ല, മോസ്റ്റ് മൈസറും അല്ല, മോസ്റ്റ് ലാവിഷായിട്ട് ചെലവാക്കുന്ന വ്യക്തിയുമല്ല, ഒരു പൈസ ഇല്ലാത്തവനുമല്ല, ധാരാളം പൈസയുള്ള, അതിൻ്റെയും ഇടയ്ക്ക് ഒരു ജീവിതം. നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുക, ഭയങ്കരമായിട്ട് ഭക്ഷണം കഴിക്കുക. ഒരു വിഭാഗം ജസ്റ്റ് ഒരു ദോശ മാത്രം കഴിക്കുക, ശരീരം തടി വെക്കരുത് എന്ന് പറഞ്ഞ ഒരു ദോശ അല്ലെങ്കിൽ 2 ദോശ കഴിക്കുക. അപ്പോൾ വളരെ കുറച്ച് ഭക്ഷണം കഴിക്കുന്ന ഒരു വിഭാഗം, വളരെ കൂടുതൽ ശരീരത്തിന് ആരോഗ്യത്തിന് ധാരാളം ഭക്ഷണം ആവശ്യമാണെന്ന് പറഞ്ഞ് കഴിക്കുന്ന ഒരു വിഭാഗം. ഇതിന്റെ രണ്ടിന്റെയും ഇടയ്ക്കൊരു വഴിയില്ലേ, ആവശ്യത്തിന് ഭക്ഷണം കഴിക്കുന്ന, ആവശ്യത്തിന് മരുന്ന് കഴിക്കുന്ന ഒരു വിഭാഗം. വേണ്ടതിനും വേണ്ടാത്തതിനും ഡോക്ടറുടെ അടുത്തേക്ക് പോവാം ഒരു വിഭാഗം. മറ്റൊരു വിഭാഗം എന്ത് വന്നാലും ഡോക്ടറുടെ അടുത്തേക്ക് പോവില്ല. ഇതിന്റെ നടുക്കൊരു വഴിയില്ലേ, വളരെയധികം സീരിയസ് ആവുന്നതിന് മുമ്പ്, സീരിയസ് ആവാൻ സാധ്യതയുണ്ടെങ്കിൽ ഡോക്ടറുടെ അടുത്തേക്ക് പോവാം, കെയർഫുൾ ആയിട്ട് മരുന്ന് കഴിക്കാം. മലയാളികൾ, ഭാരതീയർ എന്നും ശ്രദ്ധിക്കാനുള്ള കാര്യമാണ് എക്സ്ട്രീം എൻഡിലേക്ക് പോകാതിരിക്കുക. ഏത് കാര്യമാണെങ്കിലും എക്സ്ട്രീം എൻഡിലേക്ക് പോകാതിരിക്കുക. നടുക്കുള്ള പന്ഥാവിലൂടെ പോകാൻ നമുക്ക് സാധിക്കണം. നടുക്കുള്ള പന്ഥാവിലൂടെ പോകാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം, നമസ്കാരം.